കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ചില ഉണ്ടായിരുന്നു. അതിൽ രണ്ടുപേരാണ് ഇ.കെ. നായനാരും കെ. കരുണാകരനും. ഇവരുടെ രണ്ടുപേരോടും വ്യക്തിപരമായ ചില ചങ്ങാത്തം സ്ഥാപിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ചില നിമിഷങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇന്ന് ഇ.കെ. നായനാരെ കുറിച്ചുള്ളൊരു കാര്യമാണ് പറയുന്നത്. 70കളിൽ ഇ.കെ. നായനാർ കാസർകോട്ടെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന സമയത്തെ ഒരു കാര്യമാണ് പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. തിരക്ക് പിടിച്ച് അദ്ദേഹം ജീപ്പിൽ വിവിധ ഇടങ്ങളിലെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. അപ്പോഴാണ് കുന്നുംകൈയിലെ പുഴ വഴി മുടക്കിയത്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പുഴയ്ക്ക് കുറുകെ ഒരു പാലമില്ല. അത് തന്നെ പ്രശ്നം. പുഴയിൽ ഉരുളൻ കല്ലുകൾ അടുക്കി വെച്ചതിൻ്റെ മുകളിലൂടെയാണ് ആൾക്കാർ ജീപ്പ് ഓടിച്ചു പോകുന്നത് അങ്ങോട്ട്. അതിൻ്റെ മുകളിലൂടെ നായനാർ കയറി ജീപ്പും ഓടിച്ച് പുഴ കടക്കണം. മുള കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ചങ്ങാടത്തിലാണ് നാട്ടുകാരെന്ന് പൊതുവെ പുഴ കടന്നിരുന്നത്. പുഴയിലെ വെള്ളത്തിൻ്റെ ലെവൽ കണ്ട് ഡ്രൈവർ ഭയന്ന് മാറി നിന്നു. പ്രത്യേകിച്ച് നായനാരാണ് വണ്ടിയിൽ. പക്ഷേ നായനാർക്കോ ഒരു കുലുക്കുമില്ല. എങ്ങനെയും പെരുമ്പട്ടയിൽ വേഗം എത്തണം. അദ്ദേഹത്തിന് യോഗമുണ്ട് അവിടെ. പേടിക്കേണ്ടടോ, ഞാൻ വണ്ടി എടുക്കാം എന്നായി നായനാർ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. നായനാർ ഓടിച്ച ജീപ്പ് പുഴയുടെ ഒത്ത നടുവിലെത്തിയപ്പോൾ ഉരുളം കല്ലുകൾ നായനാരെ ചതിച്ചു. ജീപ്പ് ഇതേ കിടക്കുന്നു പുഴയിലേക്ക് അറിഞ്ഞ് നായനാർ ഉൾപ്പെടെ വണ്ടിയിലുള്ളവർ മുഴുവൻ പുഴയിലേക്ക് തെറിച്ചു വീണു. നിലവിളി കേട്ട ആളുകൾ നാല് ഭാഗത്തു നിന്നും ഓടിക്കൂടി. നായനാർ സഖാവ് പുഴയെ കിടക്കുകയാണ്. നായനാരെ താങ്ങിയെടുത്ത് ഒരുവിധം കരക്കെത്തിച്ചു. ഉടനെ നായനാരുടെ നാവിലൂടെ ഒരു വാഗ്ദാനം: ഈ വീഴലൊന്നും എനിക്ക് പുത്തരിയല്ലടോ, പാർട്ടി അധികാരത്തിൽ വന്നാൽ ഈ പുഴയ്ക്ക് കുറുകെ ഒരു പാലം ഞാൻ കെട്ടും എന്ന് പറഞ്ഞു. 1987 നായനാർ തൃക്കരിപ്പൂരിൽ നിന്നും ജയിച്ചു. MLA ആയി, പിന്നീട് മുഖ്യമന്ത്രിയുമായി. അപ്പോൾ എന്താ സംഭവിച്ചത്? കുന്നുംകൈയിൽ അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു വാഗ്ദാനമല്ലേ, അത് പാലിച്ചു. അവിടെ പാലം കെട്ടാൻ തീരുമാനിച്ചു. പാലം വന്നു. രാഷ്ട്രീയത്തിൽ വാക്ക് പാലിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലരുടെയും വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. ജയതിച്ചേട്ടൻ പറഞ്ഞ പോലെ വാക്ക് പാലിക്കാൻ നായനാർ എപ്പോഴും ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനകീയതയുടെ അടിസ്ഥാനവും ആ വാക്ക് പാലിക്കലായിരുന്നു. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, പൊതുരംഗത്ത് പൊതുവേ യൂണിറ്റി ഓഫ് തിയറി ആൻഡ് പ്രാക്ടീസ്. ഗാന്ധിജിയൊക്കെ അത് തന്നെയാണ് പറഞ്ഞത്. വാക്കും പ്രവൃത്തിയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ആ സാധനം ഒന്നിച്ചു പോകണമെങ്കിൽ ഇത്തിരി അധ്വാനം വേണം, സമർപ്പണം വേണം, അതുപോലെ തന്നെ സാക്രിഫൈസ് ചെയ്യാനുള്ള കഴിവ് വേണം, ആത്മത്യാഗത്തിനും തയ്യാറാകണം. അപ്പോൾ വാക്ക് പാലിക്കുന്ന നേതാക്കന്മാരാകട്ടെ നമ്മുടെ ജനങ്ങൾക്ക് താല്പര്യമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെന്നും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വേണം നമ്മൾ പെരുമാറേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഈ വാക്കും പ്രവൃത്തിയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാത്ത ആളെ കയറ്റി വിട്ടാൽ അയാൾക്ക് പിന്നെ 5 കൊല്ലം നമ്മൾ അവധി കൊടുത്തു പോലെ.